ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഓട്സ് കൊണ്ടുള്ള പുട്ടും വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വെള്ളത്തിലിട്ട് വെച്ച ലേശം ഗ്രീൻ പീസ്, 2 കിഴങ്ങ്, 3 പച്ചമുളക്, 1 ഉള്ളി, 3 ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ലേശം കോളിഫ്ലവറിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് 1 കോളിഫ്ലവറും ഇവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇനി ഈ പച്ചക്കറികളൊക്കെ ഒന്ന് നുറുക്കി കഴുകി വൃത്തിയാക്കി വെക്കണം. അപ്പോൾ ആദ്യം പച്ചക്കറികളൊക്കെ ഒന്ന് നുറുക്കാം. ആദ്യം കിഴങ്ങ് നുറുക്കാണ്. പിന്നെ ക്യാരറ്റ് തോലൊക്കെ ചെത്തി, അത് കഴിഞ്ഞ് ക്യാരറ്റ് അവിടെ വച്ചു. ക്യാരറ്റ് ഇതുപോലെ നുറുക്കുക. അധികം വലിയ കഷ്ണവും വേണ്ട, ഒരു പാകം വലുപ്പത്തിന്. പിന്നെ ബീൻസ് ചെറുതായിട്ട് അരിയുക. ഉള്ളി തോലെത്തി വയ്ക്കുക. കോളിഫ്ലവർ ഒരു ലേശം എടുക്കുന്നുള്ളൂ. 1 കോളിഫ്ലവർ വാങ്ങിയതാണ്. അത് കുറച്ച് അതിൽ എടുത്ത് നേരെ ഇതുപോലെ ഇടുക. പിന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് കഴുകി വൃത്തിയാക്കുക. നമ്മളെ എല്ലാ ചേരുവകളും ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. പച്ചമുളക് അല്ലേ ഇടാണ്. പിന്നെ ഗ്രീൻ പീസ്, വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസ്, അതും എല്ലാം ചേർത്ത് നമ്മൾ കുക്കറിലിടാം. ആവശ്യത്തിന് ഉപ്പിടാം, വേവിക്കാനുള്ള വെള്ളവും അതും പാരാം. പിന്നെ മഞ്ഞപ്പൊടി ലേശം ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇടാതെയും വയ്ക്കാതെ. പിന്നെ ഇനി നേരെ അടുപ്പത്ത് വെച്ച് വേവിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട്, വേവുന്ന സമയം കൊണ്ട് ഒരു 4 കൂക്കെങ്കിലും കൂക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ, അതിലേക്കുള്ള തേങ്ങ ചിരകാം, അരച്ച് വയ്ക്കാം. തേങ്ങ 2 പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി അരക്കുന്നുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തു. അവിടെ ഉണ്ടായിക്കോട്ടെ അല്ലേ. ഒന്നും കിട്ടായിട്ടേ ഞാൻ അതിൽ അരവ് പാർന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കറിവേപ്പില ഇടുക. ലേശം വെളിച്ചെണ്ണയും തുളിക്കാം. അത്ര ഇതിനുള്ള പണിയുള്ളൂ. കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ ഓട്സിൻ്റെ പിട്ടാണ്. അപ്പോൾ ഓട്സ് എടുത്തിട്ട് ഒന്ന് വറക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പൊടിയാനൊക്കെ എളുപ്പമാണ്. ഇത് മിക്സിയിലിട്ട് പൊടിച്ച ഓട്സിൻ്റെയാണ്. ഇപ്പോൾ നമ്മൾ വറുത്ത ഓട്സ് മിക്സിയിലിട്ട് പൊടിച്ചതാണിത്. ഇത് വേണം നമുക്ക് ഉപ്പുവെള്ളത്തിൽ കുഴയ്ക്കാൻ. സാധാരണ പിട്ടിന് കുഴക്കണ പോലെ തന്നെ. അധികം കുഴയാതെ പിട്ടിന് സാധാരണ കുഴക്കുന്ന അതേപോലെ തന്നെ കുഴച്ചെടുക്കുക. പൊടി നനച്ചെടുക്കുക. ഇനി പിട്ടിനെ കുറ്റിയിലിടാം. നേരെ വെള്ളം വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇതാണ്. ഇത് വെള്ളം കൂടുന്നതിനനുസരിച്ചൊക്കെ വെള്ളം കുറയുന്നതിനനുസരിച്ചൊക്കെ ഉള്ള വ്യത്യാസം ഉണ്ടാവും. കുഴച്ചിലൊക്കെ വരും. അത് സാധാരണ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇതൊക്കെ ഒന്ന് കൊടുക്കാം. വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ ഓട്സും കുറുമയും നല്ലൊരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോമ്പിനേഷനും കൂടിയാണ്. ആരോഗ്യത്തിന് നല്ലതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.